ഈ വെക്കേഷൻ ടൈമിൽ പലപ്പോഴും നമ്മളുടെ അടുത്തേക്ക് ടീനേജ് ഗേൾസ് അല്ലെങ്കിൽ കോളേജ് ഗോയിങ് ഗേൾസ് വന്ന് ചോദിക്കാറുള്ളൊരു ഡൗട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഇയർ പിയേഴ്സിങ് അല്ലെങ്കിൽ നോസ് പിൻ പിയേഴ്സിങ്ങിനെ കുറിച്ചൊക്കെയാണ്. അവർക്ക് അറിയേണ്ടത് ഏത് ടെക്നീക്കാണ് നല്ലത്, ക്യാനുല ഉപയോഗിക്കണോ അതോ ഗൺ ഉപയോഗിക്കണോ, എവിടെ നിന്നാണ് ചെയ്യേണ്ടത് നല്ലത് എന്നൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഈ ടെക്നിക്സ് ഒക്കെ തന്നെ പാർലേഴ്സിലും ജ്വല്ലറിയിലും അതുകൂടാതെ ക്ലിനിക്സിലൊക്കെ തന്നെ അവൈലബിൾ ആണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എപ്പോഴും ഒരു കാനുല ടെക്നിക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സാക്റ്റ് പൊസിഷനിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അത് കുറച്ചുകൂടെ ഒരു ആക്യുറേറ്റ് ആണ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. എവിടെ നിന്ന് ചെയ്താലും നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്ത് പിയേഴ്സിങ്ങിന് ഉപയോഗിക്കുന്ന എന്ത് തന്നെ ആയാലും നമ്മൾ ഉപയോഗിക്കുന്ന ജ്വല്ലറിയും നമ്മൾ ഈ ഏരിയയും എവിടെയാണോ പിയേഴ്സ് ചെയ്യുന്നത് അതെപ്പോഴും ക്ലീൻ ആയിരിക്കണം, അത് സ്റ്റെറിലൈസ്ഡ് ആയിരിക്കണം, നീറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ പിയേഴ്സ് ചെയ്യുന്നത് ഈ കാർട്ടിലേജിലൂടെയാണ്. കാർട്ടിലേജ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളൊരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇന്നൊരു പിയേഴ്സിങ് ചെയ്തിട്ട് നാളെ നോക്കുമ്പോൾ ഏരിയ ഒന്നാകെ റെഡായി അവിടെ തൊടുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള പെയിനും ടെമ്പറേച്ചറും അതുകൂടാതെ ഒരു സ്വെല്ലിംഗ് ഒക്കെ പലപ്പോഴും കാണും. അത് എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷൻ്റെ ലക്ഷണമാണ്. അത് നമ്മൾ ചിലപ്പം പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പിന്നീട് ഒരു പഴുപ്പ് പോലെ, ഒരു ആപ്സസ് പോലെയൊക്കെ ആയി അത് നമ്മൾ ചിലപ്പോൾ അത് കീറേണ്ടി വരുന്ന ഒരു അവസ്ഥ വരെയൊക്കെ എത്താറുണ്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കാർട്ടിലേജ് ഇൻഫെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ചുരുങ്ങി പോവുകയും പിന്നീട് അതിൻ്റെ നമ്മുടെ കോണ്ടോർ അല്ലെങ്കിൽ നമ്മുടെ ഇയറിൻ്റെ തന്നെ ഒരു ഷേപ്പിനെ അത് എഫക്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ടെക്നിക്ക് എവിടെയാണെന്നാലും അങ്ങനെയുള്ളൊരു ടെക്നിക്ക് യൂസ് ചെയ്ത് മാത്രമേ നോസിലാണെങ്കിലും ശരി ഇയറിലാണെങ്കിലും ശരി പിയേഴ്സിങ് ചെയ്യാൻ പാടുള്ളൂ.